യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമത്രേ. ആ അടയാളം ഉണ്ടാകുക ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ കടന്നു വരുന്നതിന് തൊട്ട് മുമ്പാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല ഉയർന്നു വരുമത്രേ. അവിടേക്ക് നിങ്ങൾ ഓടരുതേ, പോകരുതേ. യുഖ്തലു 99 ഫിൽ മിആ. അവിടേക്ക് പോകുന്നതായ ആളുകൾ യുദ്ധത്തിൽ അകപ്പെടുകയാണ്, യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാ. അവിടേക്ക് പോകുന്നവരിൽ 199% ആളുകളും വധിക്കപ്പെടുമത്രേ, കൊല ചെയ്യപ്പെടുമത്രേ. യുഖ്തലു 99 ഫിൽ മിആ. സയ്യിദുനാ റസൂലുള്ളാഹി അവിടേക്ക് പോകുന്ന ആ സ്വർണത്തിൽ നിന്ന് അല്പമൊന്ന് കരഗതമാക്കാൻ സ്വർണത്തിന്റെ മല ഇങ്ങനെ ഉയർന്നു വരും. എവിടെ നിന്ന്? യൂഫ്രട്ടീസ് നദിയുടെ ഉള്ളിൽ നിന്ന് വരാനിരിക്കുന്ന സംഭവം, ഇനി ലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവം. അപ്പൊ ജനങ്ങൾ അവിടേക്ക് പോകും. അങ്ങോട്ട് നിങ്ങൾ പോകരുതേ, അങ്ങോട്ട് പോയാൽ അവിടെ യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ 100-ൽ 99% ആളുകളും വധിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതൊക്കെ ഇനി വരാനിരിക്കുന്ന സംഭവമാണ്. ജനങ്ങൾക്ക് മുഴുവനും അറിവില്ലായ്മയും അജ്ഞതയും ജനങ്ങൾക്കിടയിൽ കടന്നു വരും. വിവരമില്ലാത്ത ആളുകളായിരിക്കും ലോകത്തുണ്ടാവുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, യുർഫഉൽ ഇൽമു, ഇൽമിനെ ഉയർത്തപ്പെടും. അവസാന കാലഘട്ടം എത്തുമ്പോൾ ഇൽമിനെ ഉയർത്തപ്പെടും. عن عبد الله بن عمرو بن العاص رضي الله تعالى عنه أنه قال رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇംതിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ് ولكن يقبض العلم بقبض العلماء. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന്, ദാസന്മാരിൽ നിന്ന് ഇൽമിനെ, അറിവിനെ പെട്ടെന്ന് ഉയർത്തുകയില്ലത്രേ. ദാസന്മാരിൽ നിന്ന് അടിമകളിൽ നിന്ന് അറിവിനെ പെട്ടെന്ന് പിടിക്കൂല. പിന്നെ എങ്ങനെ അറിവിനെ പിടിക്കുക? അവരുടെ ശരീരത്തിൽ നിന്ന് അറിവിനെ ഊരിയെടുക്കല്ല. പിന്നെയോ വലാകിൻ യഖ്ബദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. ഈ ലോകത്തുള്ളതാകുന്ന ഇൽമുള്ളതാകുന്ന പണ്ഡിതന്മാരെ, ഉലമാക്കളെ മരിപ്പിക്കലിലൂടെയാ, ഉലമാക്കളെ ഇല്ലാതാക്കലിലൂടെയാണ്. അറിവിന്റെ നിറകുടങ്ങളാകുന്ന ആത്മീയ ആചാര്യന്മാരെ ഇല്ലാതാക്കലിലൂടെയാ ലോകത്ത് ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ ഇൽമിനെ ഉയർത്തപ്പെടും. ഈ ലോകാവസാനമാകുമ്പോ അങ്ങനെയാണ്. ഇൽമിനെ എങ്ങനെ ഉയർത്തപ്പെടുക? നല്ല നല്ല ആലിമീങ്ങളെ അവരുടെ ആത്മാവിനെ അങ്ങ് കൊണ്ടുപോകും. മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, വലിയ വലിയ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ ആത്മാവുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പിടിക്കും. നല്ല നല്ല ആൾക്കുണ്ടാവൂല അവസാന കാലഘട്ടം. എന്നിട്ടോ ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ ഇത്തഖദ അന്നാസു റൂസൻ ജുഹാലാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അവസാനം ആലിമീങ്ങൾ ഇല്ലാതെ വരുമ്പോ, പണ്ഡിതന്മാരില്ലാതെ വരുമ്പോ ജനങ്ങൾ പമ്പര വിഡ്ഢികളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമത്രേ. അവരെ അതാ പണ്ഡിതന്മാരാക്കുമത്രേ. വ്യാജസിദ്ധന്മാരുടെ ഉടലെടുക്കുന്ന കാലഘട്ടമല്ലയോ, വ്യാജ ത്വരീഖത്തുകൾ ഉടലെടുക്കുന്ന കാലഘട്ടമല്ലയോ? ശ്രദ്ധിക്കണേ സോദരാ, പൊള്ളായിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വ്യാജ
ത്വരീഖത്തുകൾ കടന്നു വരുന്ന കാലഘട്ടമാണ്. കള്ള ശൈഖന്മാരെ കടന്നു വരുന്ന കാലഘട്ടമാണ്. കള്ള ത്വരീഖത്തുകൾ ധാരാളം കടന്നു വരുന്ന കാലഘട്ടമാ. ആ വ്യാജ ത്വരീഖത്തുകളിലേക്ക് നിങ്ങൾ പോകരുതേ, പോകരുതേ. അറിവുള്ളതാകുന്ന ആത്മീയ ആചാരന്മാരെ, ഉലമാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആത്മാവിനെ വേർപെടുത്തപ്പെടുമോ ഈ ലോകത്ത് പണ്ഡിതന്മാരില്ലാതെ വരുമ്പോ വിവരമില്ലാത്ത ആളുകളെ പിടിച്ച് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുമത്രേ. വിവരമില്ലാത്ത ജനങ്ങളെ ആലിമീങ്ങളാക്കുമത്രേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഇന്ന് ഈ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പുസ്തകം ഒരു വീട്ടിൽ കണ്ടു. ആലുവ ത്വരീഖത്ത്, കള്ള ത്വരീഖത്ത്, വ്യാജ ത്വരീഖത്ത്, അതിന്റെ ഒരു മലയാളത്തിലുള്ള ഒരു പുസ്തകം. ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടി? അപ്പൊ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഞങ്ങളുടെ നാട്ടില് 2 പേര് വന്നിട്ട് ഈ മഹാനെ കുറിച്ച് പരിചയപ്പെടുത്തിയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ കവർ പേജിലുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ മിക്ക ഈ മുള്ളായി പ്രദേശത്തുള്ളതാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ വീടിന്റെ ഓരോരുത്തരുടെയും വീട്ടിൽ ആ പുസ്തകം കിട്ടിയിട്ടുണ്ടാവും. മലയാളമായിരുന്നു അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എന്റെ കയ്യിലോട്ട് തന്നു. ഞാൻ പറയുന്നത് എവിടെ നിന്ന് കിട്ടി? ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെനിക്കൊരു കള്ള ത്വരീഖത്തിന്റെ വ്യക്തി, കള്ളത്വരീഖത്ത് അദ്ദേഹത്തിന് അറിയില്ല, ഒരാൾ കൊണ്ടു തന്ന, 2 ഉസ്താദ്മാർ കൊണ്ടു തന്നാണ്. ഇത് മലയാളം അറിയാവുന്നവരാണെങ്കിൽ അത് വായിക്കും, അവ പിഴച്ചു പോകും. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വരെ വിറ്റഴിക്കപ്പെടുന്നു. എവിടെ? കർണാടക സ്റ്റേറ്റിൽ എന്ന് പറയപ്പെടുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ ജാഗരൂകരാകണം. വളരെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഇപ്പൊ നമ്മുടെ ബൊള്ളായി പ്രദേശത്ത് അവർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്, മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്, മിക്ക വീടുകളിലും എത്തിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ, നമ്മുടെ പിൻഗാമികളെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരായി അള്ളാഹു കബൂലാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ വിവരമില്ലാത്ത ഇത്തരത്തിലുള്ള വ്യാജ സിദ്ധന്മാരെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവരാണ് തലവന്മാർ എന്ന് പരിചയപ്പെടുത്തുകയാണ്. അതാണ് വിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ഈ ലോകത്ത് ഇല്ലാതാകുമ്പോ, ആലിമീങ്ങൾ ഇല്ലാതാകുന്നു, അവർ വഫാത്താകുമ്പോ, അവർ മരണപ്പെട്ടു പോകുമ്പോ ഇൽമിനെ ഉയർത്തപ്പെടുകയാണ്. പിന്നീട് വിവരമില്ലാത്തതാകുന്ന ഇത്തരത്തിലുള്ള വ്യാജ സിദ്ധന്മാരെ സമൂഹ മധ്യത്തിൽ ഇവരാണ് വിവരമുള്ളത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ കേരളക്കരയിൽ ഒരു വ്യാജ സിദ്ധനെ കുറിച്ചുള്ളതാകുന്ന വാർത്ത വല്ലാതെ പ്രചരിച്ചു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണ് ചികിത്സാർത്ഥമായി ചെന്നതാ. മുസ്ലിയാരൊന്നുമല്ല, മുസ്ലിയാരെന്ന് വ്യാജമായി പ്രചരിപ്പിക്കുന്നു. ദീൻ പഠിച്ച ഒരു വ്യക്തി ഒരിക്കലും അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുകയില്ലല്ലോ. അന്യ പെണ്ണിനെ ഇരുത്തിയിട്ട് അവരുടെ മാറിടത്തിൽ കിടന്ന തുണി മാറ്റിക്കെട്ട് മാറിടം ഒഴിഞ്ഞു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞു ഖുർആൻ ഓതിയിട്ട്, സുബ്ഹാനല്ലാഹ്, സൂറത്തുൽ ബുറൂജ് ഓതിയിട്ട് എടുത്തിരിക്കുകയാണ്, മോട്ടോ ധരിക്കുന്നു. മാരടം പിടിച്ച് തിരിച്ചു കൊടുക്കാൻ എന്തിന്? മുലപ്പാൽ വർദ്ധിക്കാനുള്ള ചികിത്സയാണ്. നഊദു ബില്ലാഹ്. ഇതൊക്കെ സമൂഹത്തിൽ നടക്കാൻ, ഇതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളാണ് എന്ന് ബിദ്അത്തിന്റെ ആളുകൾ, പുത്തൻ പ്രസ്ഥാനക്കാർ ലോകം മുഴുവനും പ്രചരിപ്പിക്കുകയും ചെയ്യാം. കണ്ട ഇതാണ് സമസ്തയുടെ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ. യഥാർത്ഥത്തിൽ സുന്നത്തി ജമാഅത്ത് ഒരിക്കലും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്നും അത്തരത്തിൽ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ നിയമ നടപടി എടുക്കുന്ന പ്രസ്ഥാനവുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്തിനാണ് സമസ്ത ജമിയത്തുൽ ഉലമ നിലവിൽ വന്നത് തന്നെ? എന്തിനു വേണ്ടിയാണ്? ബിദ്അത്തിന് എതിരെയുള്ള ശക്തമായ രീതിയിലുള്ളതാകുന്ന നിലനിൽപ്പിന് വേണ്ടിയാണ്. പുത്തൻ പ്രസ്ഥാനക്കാർക്കെതിരെ, വ്യാജ സിദ്ധന്മാർക്കെതിരെ, ഇത്തരത്തിലുള്ള വ്യാജന്മാരെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത കള്ളത്വരീഖത്തുകളും വ്യാജ ത്വരീഖത്തുകളുമായി ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാകുന്ന ജനങ്ങളെ തിരിച്ചറിവ് കൊടുക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, ഇത് തെറ്റാണ്, യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം ഇതാണ് ഹിദായത്തിന്റെ മാർഗമെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് സമസ്ത നിലവിൽ വന്നത് തന്നെ. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? അത്തരത്തിലുള്ള ആളുകളുടെ മുന്നിലേക്ക് ഒരു മടിയുമില്ലാതെ ശരീരത്തിന്റെ നഗ്നതകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് പോകുന്ന സഹോദരിമാരും നമുക്കിടയിലല്ലേ? വ്യാജസിദ്ധന്മാരുടെയും വ്യാജ സയ്യിദന്മാരുമായി ചമഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ട് സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന മാറിടങ്ങളും സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങളും ഒരു മടിയില്ലാതെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നതാകുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സഹോദരിമാർ വരെ നമുക്കിടയിലല്ലേ? പറഞ്ഞു കൊടുക്കണ്ടേ? ജിന്നന്മാര് പകല് മുഴുവൻ സിനിമ കണ്ട്, ബാഹുബലി അടക്കമുള്ള സിനിമ കണ്ടിരിക്കുന്നതാകുന്ന പെണ്ണുങ്ങളുടെ ചാരത്തേക്ക് ജിന്നന്മാർ എടുത്താണ്ടാണ് പോവുക.
ഉള്ള സിനിമയും സീരിയലും മുഴുവൻ കണ്ടിരിക്കുന്നതാകുന്ന ആളുകൾക്ക് പോവാ എന്തിനു വേണ്ടി? ചികിത്സ നടത്താൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാണ് ഈ സമൂഹത്തിന് പറ്റിയത്? എന്തു പറ്റി? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ജാഗരൂകരാകണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് അറിവിനെ അവസാന കാലഘട്ടം എത്തുമ്പോൾ ഉയർത്തപ്പെടുമത്രേ. അറിവിനെ ഉയർത്തുന്നത് ഒറ്റയടിക്കല്ല, ഒറ്റ പ്രകാരമല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിനെ ഉയർത്തുക. യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജ്ഞാനത്തെ ഉയർത്തുക ആലിമീങ്ങളുടെ ആത്മാവിനെ പിടിക്കലിലൂടെയാ. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ ഇത്തഖദ الناس رؤوسا ജുഹാലാ. ആലിമീങ്ങൾ ഈ ലോകത്തില്ലാതെ വരുമ്പോ, പണ്ഡിതന്മാർ ഈ ലോകത്തില്ലാതെ വരുമ്പോ, വിവരദോഷികളാകുന്ന ആളുകളുടെ ചാരത്തേക്ക് പോയിക്കൊണ്ട് അവരെ ആലിമീങ്ങളായി ജനങ്ങൾ അംഗീകരിക്കുമത്രേ, അവരെ നേതാക്കന്മാരാക്കുമത്രേ. വ്യാജസിദ്ധന്മാരെ, വ്യാജ ജിന്നമ്മമാരുടെ ചാരത്തേക്ക് പോയിക്കൊണ്ട് അവരാണ് വലിയ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിലേക്ക് ജനങ്ങൾ പോകുമത്രേ. ഫസുഇലൂ, ജനങ്ങൾ അവരോട് വിവരം ചോദിക്കുമത്രേ. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്തത് കൊണ്ട് അവർ ഫത്വ നൽകുമത്രേ. അറിവില്ലാത്ത കാര്യം കൊണ്ട് ജനങ്ങൾക്ക് വിവരം കൊടുക്കുകയാ. ഫളല്ലൂ ഫഅളല്ലൂ, അവരും പിഴയ്ക്കുകയാണ്. അവർ ജനങ്ങളെ പിഴപ്പിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വള്ളായിലുള്ള പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് കുമ്മനം ഉസ്താദ് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരാണ് നാം. നമുക്ക് മാതൃക മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കാണിച്ചു തന്നതാണ്. അവിടെ നമുക്ക് പാത തെളിച്ചു തന്നതാണ്. ആ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണേ. സുന്നത്ത് ജമാഅത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. രാജതരീഖത്തുകൾക്കെതിരെ സമസ്യയെന്നും നിലകൊണ്ട പ്രസ്ഥാനമാ. അതുകൊണ്ട് വ്യാജന്മാരെ തിരിച്ചറിയണേ, വ്യാജ ചിഹ്നന്മാരെ സമൂഹം തിരിച്ചറിയണേ, ഒറ്റപ്പെടുത്തണേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വിവരമില്ലാത്ത ജനങ്ങളുടെ ചാരത്തേക്ക് പോയിക്കൊണ്ട് അവരോട് ഫത്വകൾ ചോദിക്കുമ്പോ ഫസുഇലൂ ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്തവർ അറിവില്ലാത്തത് കൊണ്ട് ഫത്വ നൽകുകയാണ്. അതിനോട് ഫളല്ലൂ ഫഅളല്ലൂ, അവരും പിഴയ്ക്കുകയാണ്, ജനങ്ങളെ പിഴപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള നേതാക്കന്മാർ അവർ സ്വയം പിഴച്ചു, ജനങ്ങളെ കൂടി പിഴപ്പിക്കുന്നു. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ സമൂഹത്തിൽ ഇന്ന് കൂടി വരുന്ന സമയമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖിയാമത്ത് നാളാകുമ്പോൾ അറിവ് ഉയർത്തപ്പെടും. അതിന്റെ കോലം നമ്മൾ പറഞ്ഞു, നല്ല നല്ല ആലിമീങ്ങൾ അങ്ങ് മരിപ്പിക്കും. അല്ലാഹു നമ്മുടെ സാന്നിധ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ.